Government College of Science and Technology. और इंजीनियरिंग कॉलेज വെച്ചാൽ എന്താ അഗ്നിച്ചിറകുമായി നക്ഷത്രരാജ്യം തേടും മനുഷ്യനെ വാർത്തെടുക്കാൻ. അഗ്നിച്ചിറകുമായി ആകാശത്ത് പറന്നുയർന്ന ഗോളങ്ങളെടുത്ത അമ്മാനമാർന്ന ശാസ്ത്ര സന്താനങ്ങളെ വാർത്തെടുക്കുന്ന ബഹുമതിലെ അഗ്നിച്ചിറകുമായി നക്ഷത്രരാജ്യം തേടും മനുഷ്യനെ വാർത്തെടുക്കാൻ. സുന്ദരമായ ഗ്രാമത്തിന് തിലകപുരികൾ പ്രൗഢോജ്വലമായ മണിമന്ദിരങ്ങളുടെ സമുച്ചയം ഗവൺമെന്റ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. 6 മാസം മുമ്പ് ടിവിയിൽ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ വാർത്ത ഒന്നും ഓർക്കുന്നില്ലേ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നമസ്കാരം, സൂര്യകാന്തിന്റെ വാർത്താലാപിലേക്ക് സ്വാഗതം. ഗവൺമെന്റ് കോളേജിൽ നർക്കോട്ടിക് ഒരു സീനിയർ വിദ്യാർത്ഥി അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ 5 കോടി വില വരുന്ന മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം സുജാത ചെയ്യുന്നു. സുജാത, എപ്പോഴാണ് റെയ്ഡ് തുടങ്ങിയത്? റെയ്ഡ് ഇപ്പോൾ തുടരുകയാണ്. ഹാസത്താരായ ഏകദേശം 11 മണിയോടുകൂടിയാണ് റെയ്ഡ് തുടങ്ങിയത്. റെയ്ഡ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ 5 കോടി വില വരുന്ന മയക്കുമരുന്നുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. നരേന്ദ്രനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നരേന്ദ്രൻ എന്ന വിദ്യാർത്ഥി ധനകാര്യമന്ത്രിയുടെ പി അനിരുദ്ധന്റെ മകനാണ്. പിടിച്ചെടുത്ത മയക്കുമരുന്നുകൾ പോലീസ് തിരിച്ചു നൽകിയെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഉന്നത സമ്മർദ്ദത്തെ തുടർന്നാണ് പിടിച്ചെടുത്ത മയക്കുമരുന്ന് തിരിച്ചു നൽകിയെന്നാണ് അറിയിക്കുന്നത്. ഓക്കെ സുജാത, ഞാൻ ഇടപെടുകയാണ്. തിരിച്ചത് ഓർക്കുന്നില്ലേ? ആ ചന്ദ്രഗിരി കോളേജ്, ഈ ചന്ദ്രഗിരി കോളേജ് അന്നൊരു തിങ്കളാഴ്ച മധ്യാഹ്ന സൂര്യൻ കത്തിച്ചൊലിച്ചു നിൽക്കുന്നു. ചന്ദ്രഗിരി കോളേജിന്റെ കവാടത്തിൽ നിന്നും ഒരു ജാഥ പ്രധാന കവാടം കടന്ന് പുറത്തേക്ക് വരുന്നു. 500-ലധികം പെൺകുട്ടികൾ കടന്നു വരുന്ന വേദിയുടെ ഇരുവശത്തും കാഴ്ചക്കാരായി ചില ആൺകുട്ടികൾ, അധ്യാപകർ. ചന്ദ്രഗിരിയുടെ കാതുകളിൽ അവരുടെ സമര കാഹളം മുഴങ്ങുകയാണ്. ലഹരികളിൽ നീരാടി തളരുന്നൊരു തലമുറ തൻ താവളമായി മാറുകയാണിവിടം. ലഹരികളിൽ നീരാടി തളരുന്നൊരു തലമുറ തൻ താവളമായി മാറുകയാണിവിടം. ക്യാമ്പസിലെ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ സമരം ചെയ്യാൻ ഒരു പുതിയ സംഘടന രൂപം കൊണ്ടിരിക്കുന്നു. ആക്ടിവേറ്റ്. അംഗത്വം പെൺകുട്ടികൾക്ക് മാത്രം. പഠിപ്പ് മുടക്കുന്ന സമരത്തിൽ ഇവർക്ക് പങ്കില്ല. മധ്യാഹ്ന വിശ്രമ വേളകളിൽ കവാടത്തിന് പുറത്ത് വൃക്ഷത്തണലിൽ ഇവർ സമരത്തിലായിരിക്കും. പതിവ് പോലെ ലഘുലതകൾ വിതരണം ചെയ്ത നിരക്കിലാണ് സംഘടന പ്രസിഡന്റ് രാത്രി ഉച്ചതൊഴി വിനീത അവളുടെ കഥ പറഞ്ഞു. നീ ആരോട് നിൽപ്പുണ്ട്? ആ നരേന്ദ്രൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാർ, മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ഈ ചന്ദ്രഗിരി കോളേജിനെ രക്ഷിക്കാൻ ഓരോ ദൈവദൂതനും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ആ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയാണ്, ആക്ടിവേറ്റ് ഏറ്റെടുക്കുകയാണ്. നീതിബോധമില്ലാത്ത പിശാചുക്കൾക്ക് ഭരണസിരാ കേന്ദ്രത്തിന്റെ പിന്തുണ ലഭിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അഴിമതിപ്പണം കൊണ്ട് ആരാണ് നിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. 10 തലമുറ കഴിയാനുള്ളത്
മുന്നിലേക്ക് ചാടി കുറെ വ്യവസ്ഥമായി നീ കിടന്ന് കുരയ്ക്കുന്നു. വിൽക്കൂടി വിൽക്കും. കഞ്ചാവ്, ഹാഷിഷ്, എഫഡ്രിൻ, ഹെറോയിൻ, MDMA തടയാൻ പറ്റുമോ നിനക്ക്? തടയാൻ നീ കൂടെ നർക്കോട്ടിക്കിനെ വിളിച്ചു വരുത്തിയില്ലേ? നീ എന്തായി? നിറയെ ഇടിച്ചു പിടിക്കുക യൂസാക്കി വലിച്ചു കുടിച്ചോ? അമ്മായിക്കും മരുമോനെ വന്ന് കണ്ടിട്ട് പോകുന്നത് കണ്ടില്ലേ? അതായി അറിയുന്നു. മര്യാദക്കാണെങ്കിൽ നിനക്ക് കൊള്ളാം. നിന്റെ വാനര പ്രവൃത്തി. അയാളൊരു ബൈക്കിൽ കയറി പറഞ്ഞു, പ്രിയമുള്ളവരെ, നമ്മുടെ സംഘടന വിജയകരമായി ആക്ടിവേറ്റ് ചെയ്തതിന്റെ പ്രതിഫലനമാണ് നാം ഇപ്പോൾ കണ്ടത്. നമ്മൾ ഇനിയും പാടും. ഭീഷണികൾ പലതുറി വന്നാലും ഈ സമരം തുടരും. ഭയമെന്നുള്ളൊരു പഥമിവിടെ ഇനി നമ്മുടെ പ്രിയമുള്ളവരെ, നാളെ ഇതേ സമയം ഇതേ വിഷയം ഇതേ സ്ഥലം നമ്മൾ സമ്മേളിക്കും. നമസ്കാരം. അവർ ക്ലാസ്സുകളിലേക്ക് തിരിച്ചു. പിറ്റേന്ന് രാവിലെ വിനീതയും രാധകയും കോളേജിലേക്ക്. ചിലർ വീടുകളിൽ നിന്ന്, മറ്റു ചിലർ ഹോസ്റ്റലിൽ നിന്ന്. രാധികയും വിനീതയും അനാഥ ഭവനത്തിൽ നിന്ന്. അളിയ അവള് വരുന്നുണ്ട്, തുറന്ന ഒരു പച്ച മാൺകുട്ടികൾ അവരുടെ മുന്നിലേക്ക് ചാടി വീണു. കാര്യം എന്തെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിൽക്കുകയാണ് രാധികയും വിനീതയും. നാണമില്ലല്ലോ മാനമില്ലല്ലോ ഞങ്ങളുടെ യൗവനത്തമ്പുരം, നാട്ടിലിറങ്ങി വിട്ടിറങ്ങി ഒട്ടമനാടും നാണമില്ലല്ലോ മാനമില്ലല്ലോ ഞങ്ങളുടെ യൗവനത്തമ്പുരം, നാട്ടിലിറങ്ങി വിട്ടിറങ്ങി ഒട്ടമനാടും. എന്നതാണാ കാലത്തെ കഞ്ചാവ് വലിച്ചു? ഇന്നലെ കണ്ടായിരുന്നു വാട്സപ്പിൽ തമ്പുരാട്ടിയുടെ തരക്കേടില്ലാത്ത 2-3 പടങ്ങൾ. അനാവശ്യം പറഞ്ഞാണല്ലോ, വാട്സപ്പിലെ കാരണം കൂടി ഞാൻ പൊട്ടിക്കും. ഇപ്പൊ കൊണ്ട് ഞങ്ങൾക്കായോ കാനഡി വാട്സപ്പിൽ തന്റെ ചിത്രം, വിവസ്ത്രയായിരുന്ന ചിത്രം. വിനീത ഇതിന്റെ പുറകിൽ അവനാ ആ നരേന്ദ്രൻ. ഇത് ചോദിക്കാതിരുന്നത് കാര്യമില്ല. തെരുവ് പട്ടികളെ കൊള്ളാൻ ഇവിടെ ഒരു ഗവൺമെന്റ് സമ്മതിക്കാനിതാ, അല്ലെങ്കിൽ ഇവിടെ ജീവനോടെ കാണത്തില്ല. അവർ ക്ലാസ്സുകളിലേക്ക് ഇടിച്ചു. കമ്പ്യൂട്ടറിന് അവന്റെ വരാന്തയിൽ നിൽക്കുന്നു നരേന്ദ്രൻ. നീ നരേന്ദ്രനല്ലടാ, നരാധമൻ. ഓ, വാട്സപ്പ് കണ്ടല്ലേ? ഒരു കമ്പ്യൂട്ടറും ഫോട്ടോഷോപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലേ നിന്റെ അമ്മയുടെ അടുത്ത് നിനക്ക് തരാം. കാണോ നിനക്ക്? നരേന്ദ്രൻ കാണാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്ന്. കോളേജിലെ നോട്ടീസ് ബോർഡ് ഭിത്തികളായ ഭിത്തികൾ നിറയും. വഴിയോരത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നിങ്ങളുടെ അടി 2 പതിനേ പൂക്കൾ, പിന്നെ മനോഹരമായ അടുപ്പ്. പ്രിയ കൂട്ടുകാരൊക്കെ ആദരാഞ്ജലി. അവൾ മറുപടി നൽകുന്നു. നേരെ പ്രിൻസിപ്പളിലേക്ക്. ഗുഡ് മോർണിംഗ് സാർ. സാറേ, വാട്സപ്പിൽ 2-3 അശ്ലീലമായ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നിൽ അവനാ ആ നരേന്ദ്രൻ. എന്നെ കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്യാമ്പസ് മയക്കുമരുന്നിന്റെ താവളമാക്കിയത് അവനാ സാർ. ഇനിയെങ്കിലും അവനെ പുറത്താക്കണം. രാത്രി നരേന്ദ്രൻ അച്ഛൻ ഭരണകക്ഷി സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. എനിക്ക് റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഒരു വർഷം കൂടി മലപ്പുറം വരെ അഡ്മിനിസ്ട്രേഷൻ മുടിക്കാൻ ടെൻഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തൽക്കാലം സാറേ, കഞ്ചാവിന് തുടങ്ങുമ്പോൾ ക്ലാസ്സിലിരിക്കാൻ പറ്റും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന 300-ലധികം കുട്ടികൾ ഈ ക്യാമ്പസിലുണ്ട്. ഒരു തവണ മാത്രം ഉപയോഗിച്ചാൽ അടിച്ചാൽ മയക്കുമരുന്നുകളുണ്ട്. ഈ നരേന്ദ്രനും കൂട്ടരും ബലമായി പിടിച്ചു നിർത്തി കുത്തിവെച്ച് മാറ്റിയെടുക്കുന്നതാണ് പലരെയും. ഏറ്റവും കൂടുതൽ മാർക്ക് പിടിച്ചു വരുന്നവർ ഇവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾ. ഇവരൊക്കെ നല്ല രീതിയിൽ വരുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കൾ. സാർ, അതൊന്നും എനിക്കറിയില്ല. മയക്കുമരുന്നിന്റെ ഏറ്റവും പുതിയ രൂപം നമ്മുടെ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട്. നാക്കിലൊട്ടിക്കുന്ന സ്റ്റിക്കർ, തലച്ചോറിലേക്ക് ലഹരി പലവിടെയാണ് സ്റ്റിക്കർ. അദ്ദേഹം ഒരു നിമിഷത്തെ വാർത്തന് ശേഷം പറഞ്ഞു, ISRലെ നമ്പിനാരായണൻ നഗരി എനിക്ക് വരുന്നത് ഞങ്ങൾക്ക് കാണണമല്ലേ? തൽക്കാലം നടപടിയില്ല. കാര്യം മധ്യാഹ്ന വേളകൾ സമരോജ്വലം വീണ്ടും കടന്നുപോയി 7 ദിനങ്ങൾ. മധ്യാഹ്ന വേളകൾ സമരോജ്വലം വീണ്ടും കടന്നുപോയി 7 ദിനങ്ങൾ. അന്നൊരു ദിവസം പതിവിലും നേരത്തെ പ്രിൻസിപ്പൽ ഓഫീസിലെത്തി. ഹലോ, പ്രിൻസിപ്പൽ ചന്ദ്രഗിരി കോളേജ്. ഓഹോ, മിസ്റ്റർ ജസീന്ത, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറെ നാളെയല്ലോ വിളിച്ചിട്ട്. ആക്സിഡന്റോ? രാധയ്ക്കോ? ഏത് ഹോസ്പിറ്റലിലാ? ഞാനിത് വന്നു കഴിഞ്ഞു. ഗാർഡിയൻ ഹോസ്പിറ്റലിൽ നിന്നും കാറിൽ നിന്നിറങ്ങുന്ന പ്രിൻസിപ്പൽ അദ്ദേഹം അന്വേഷിക്കുകയാണ്. അതെ, അല്പനേരം മുമ്പ് ഒരു പെൺകുട്ടി ആക്സിഡന്റ് കൊണ്ടുവന്നില്ലായിരുന്നു. ഉണ്ട് സാർ, കാഷ്വാലിറ്റിയാണ്. അത്യാഹിത വിഭാഗത്തിൽ ആത്മപ്രാണനോടെ യാത്ര. തൊട്ടടുത്ത് സിസ്റ്റർ ജസീല, 4 ഡോക്ടർമാർ, അപരിചിതരായ 2 ചെറുപ്പക്കാർ. അദ്ദേഹം അന്വേഷിക്കുകയാണ്
സീനിലേക്ക് കൊണ്ടുപോകണം. മണിക്കൂറുകൾ കടന്നുപോയി. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നിറങ്ങുന്ന ഡോക്ടർ സോമസുന്ദരൻ, അത് ഈ ചന്ദ്രഗിരി കോളേജിന്റെ പ്രിൻസിപ്പൽ ഞാൻ രാജ്യത്ത് കേൾക്കുന്നുണ്ട്. തലച്ചോറും ചെലവഴിക്കുന്നു, കഴിയാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു നോക്കി. സോറി, രാധിക പോയി. ഹോസ്പിറ്റൽ വരാതെ ജീവൻ ചവർ പോലെ നിൽക്കുന്ന പ്രിൻസിപ്പൽ കോളേജിന്റെ മൾട്ടിപർപ്പസ് ഹാളിൽ നിന്ന് ഒരു ആംബുലൻസ്. രാധികയുടെ മൃതദേഹം ആംബുലൻസിൽ നിന്നും ഇറക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രന്റെ കൂടുതൽ. വിനീത ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി മുൻപിലെത്തി. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വീതിയുടെ ഒരു വശത്ത് നിറമുടികളോടെ അന്ത്യോപചാരം അർപ്പിക്കുകയാണ് സിസ്റ്റർ ജെസീന. പ്രിയമുള്ളവരെ, ഒരു പ്രസംഗത്തിന് പ്രസക്തിയിൽ നിന്നാണ് എങ്കിൽ എന്റെ വേദന കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. 19 വർഷം മുമ്പ് ഞങ്ങളുടെ നാട്ടുകൊണ്ടിരിക്കുന്ന വരാതിയിൽ ഉപേക്ഷിച്ചു പോയ പെൺകുഞ്ഞിനെ ഈ കയ്യിലെടുത്ത ഞാൻ പറഞ്ഞത് എനിക്ക് ഏറെ ദുഃഖമുണ്ട്. എങ്കിലും ഞാൻ സമാധാനം ചെയ്യുന്നു. ഒരു വലിയ സാമൂഹ്യ തിന്മയ്ക്കെതിരെ, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാടിക്കൊണ്ടാണ് എന്റെ വളർത്തുന്നത് യാത്ര പറയുന്നത്. ഏറെ ദൂരമില്ലെങ്കിൽ പോലും ശവകുടീരത്തിലേക്ക് ഒരു വിലാപയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. 6 പെൺകുട്ടികൾ അവരുടെ മൃതശരീരം തോളിലേറ്റി നടന്നു നീങ്ങുന്നത്. അവരുടെ മൃതശരീരത്തിലേക്ക് മുല്ലപ്പൂക്കൾ വാരി വിതരുകയാണ്. മൃതസംസ്കാരം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോകുന്നു. ഒരു പോലീസ് ജീപ്പ് ക്യാമ്പസിനുള്ളിലേക്ക് പാഞ്ഞു വരുന്നു. അതിൽ നിന്നിറങ്ങുന്നു ഡിവൈഎസ്പി ഹരിവേദൻ. അദ്ദേഹം പരിസരം നിരീക്ഷിക്കുകയാണ്. തൊട്ടടുത്ത് ഒന്നും അറിയാത്ത പോലെ അതിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം അവന്റെ കോളറിൽ പിടിമുറുക്കി മിസ്റ്റർ നരേന്ദ്രൻ ഡിവൈഎസ്പിയുടെ ബലിഷ്ഠമായ കരങ്ങൾക്ക് മുന്നിൽ പുലർന്നു നിൽക്കുന്നു നരേന്ദ്രൻ. അവന്റെ കയ്യിൽ വിലങ്ങ് വീണ് കഴിഞ്ഞു. എന്താ സാറേ, എന്താ പ്രശ്നം? നിനക്കൊന്നും അറിയില്ല അല്ലേ? അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്നും ഒരു സിം കാർഡ് പുറത്തെടുത്തു. വണ്ടി അടിച്ച സ്പോട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്ത തകർന്ന മൊബൈൽ ഫോണിലെ സിം കാർഡ്. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിന്റെ പേരില്ല, നരേന്ദ്രന്റെ പേരിൽ. നരേന്ദ്രൻ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. അദ്ദേഹം ഒരു മൊബൈൽ ഫോൺ ഓണാക്കി അവനെ കാണിക്കുന്നു. കാണാം, ട്രാഫിക് പോലീസിന്റെ സ്പീഡ് കൺട്രോൾ ക്യാമറയിൽ നീ വണ്ടി ഇടിക്കുന്ന ദൃശ്യം. നിനക്കൊന്നും അറിയില്ല അല്ലേ? നരേന്ദ്രനെ കൊണ്ട് പോലീസ് പാഞ്ഞുപോയി. 100 കണക്കിന് വെള്ളിതിരികൾ അവരുടെ ശവകുടീരത്തിൽ കത്തി നിൽക്കുന്നു. വിനീത ഒരു ദീപശിഖ
നാശത്തിലേക്ക് നയിക്കാനെന്ന്. താമസവുമായി ജ്യോതിർഗമനം. എന്റെ ഈ കൊച്ചു കഥ നിങ്ങളുടെ ഓർമ്മയിലിരിക്കും